അസ്സലാമു അലൈക്കും. ഹിജ്റ 2-ാം വർഷം റമദാൻ 17-ന് മദീനയിലെ മുസ്ലിങ്ങളും മക്കയിലെ ഖുറൈശികളും തമ്മിൽ ബദർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന നിർണായകമായ യുദ്ധമാണ് ബദർ യുദ്ധം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പോരാട്ടത്തിൽ 313 പേരടങ്ങുന്ന മുസ്ലിം സൈന്യം 1000-ഓളം വരുന്ന ഖുറൈശി സൈന്യത്തെ പരാജയപ്പെടുത്തി. മുസ്ലിം പക്ഷത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈശികളുടെ പക്ഷത്ത് അബൂജഹലുമാണ് ഉണ്ടായിരുന്നത്. യൗമുൽ ഫുർഖാൻ എന്നാണ് ബദർ യുദ്ധത്തിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അസത്യത്തിന്മേൽ സത്യവും അനീതിക്കുമേൽ നീതിയും അധർമ്മത്തിന്മേൽ ധർമ്മവും ആധിപത്യമുറപ്പിച്ച ദിനമായതുകൊണ്ടാണ് ബദർ ദിനത്തെ യൗമുൽ ഫുർഖാൻ, അതായത് സത്യാസത്യ വിവേചന ദിനമെന്ന് വിശേഷിപ്പിക്കുന്നത്. മക്കയിലെ ശത്രുപീഡനം സഹിക്കാനാവാതെ മദീനയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ഖുറൈശികൾ പിടിച്ചെടുത്തിരുന്നു. ഇതിനെതിരെയുള്ള തിരിച്ചടിയായാണ് ഈ യുദ്ധമുണ്ടായത്. ബദറിലെ വിജയം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അടിത്തറ ശക്തമാക്കുകയും മദീനയിൽ പ്രവാചകന്റെ സ്ഥാനം ഉയർത്തുകയും ചെയ്തു. വിശ്വാസികളുടെ കരുത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1000-ഓളം വരുന്ന ഖുറൈശി സൈന്യത്തെ നേരിടാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്നത് വെറും 313 പേർ മാത്രമാണ്. ആയുധബലത്തെക്കാളും ഈമാനിൻ്റെ, അതായത് വിശ്വാസത്തിൻ്റെ കരുത്തിലാണ് അവർ വിജയം കൈവരിച്ചത്. യുദ്ധക്കളത്തിൽ മുസ്ലിങ്ങൾക്കൊപ്പം മലക്കുകളും അണിനിരുന്നതായും അള്ളാഹു പ്രത്യേക സഹായം അവർക്ക് ലഭിച്ചതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ബലഹീനരായിരിക്കെ ബദറിൽ വെച്ച് അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന ഖുർആൻ സൂക്തം ഇതിന് തെളിവാണ്. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിബിലയുടെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: അള്ളാഹുവേ, എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റി തരണമേ. അള്ളാഹുവേ, ഇസ്ലാമിൻ്റെ ആൾക്കാരായ ഈ സംഘത്തെ നീ നശിപ്പിക്കുന്ന പക്ഷം ഭാവിയിൽ ഒരിക്കലും നിനക്ക് ആരാധന ചെയ്യാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം അഭ്യർത്ഥിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടേയിരുന്നു. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് റസൂലിനെ ആശ്വസിപ്പിച്ചത്: അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങയുടെ റബ്ബിനോട് അങ്ങൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, തീർച്ചയായും അവൻ അവൻ്റെ വാഗ്ദാനം നിറവേറ്റിത്തരും. അപ്പോഴാണ് സൂറത്തുൽ അൻഫാലിലെ 9-ാമത്തെ ആയത്ത് ഇറങ്ങിയത്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയിരുന്ന സന്ദർഭം ഓർക്കുക. തുടരെയായി 1000 മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്നവൻ അപ്പോൾ നിങ്ങൾക്ക് മറുപടി നൽകി. ഒരു സന്തോഷ വാർത്തയായിക്കൊണ്ടും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നതിനും വേണ്ടിയും മാത്രമാണ് അള്ളാഹു അത് ഏർപ്പെടുത്തിയത്. അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ യാതൊരു സഹായവും ഇല്ലതാനും. തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. ബദർ യുദ്ധവേളയിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു 2 അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുത്തു. ഒന്ന്, ഒരു നിദ്രാമഴക്കം. ഒരു ലഘുവായ ഉറക്കം മൂലം അതവർക്ക് മനഃശാന്തിയും മനസമാധാനവും നൽകി. അവർക്കിടയിലുണ്ടായ ഭീതിയും ഭയപ്പാടും നീക്കിക്കൊടുത്തു. അവർക്ക് ഉണർവും ആത്മചൈതന്യവും നേടാൻ ഇത് സഹായകമായി. 2-ാമത്തെ അനുഗ്രഹം ആകാശത്തു നിന്നും അള്ളാഹു മഴ വർഷിപ്പിച്ചതാണ്. അതുമൂലം അവർക്ക് അവരുടെ വിഷമങ്ങൾ ദൂരീകരിക്കാൻ കഴിഞ്ഞു. അവരിൽ പിശാചിൻ്റെ ദുർമന്ത്രങ്ങൾ മൂലം തോന്നിയിരുന്ന ദുർവിചാരങ്ങളും ആശങ്കകളും നീങ്ങുകയും മനോധൈര്യവും ആത്മധൈര്യവും കൂട്ടുകയും ചെയ്തു. അവരുടെ വെള്ളത്താവളം ശത്രുക്കൾ പിടിച്ചടക്കിയതിനാൽ അവർക്ക് ശുദ്ധീകരണത്തിനോ ദാഹശമനത്തിനോ വെള്ളം കിട്ടുകയും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹം അവർക്ക് ചൊരിഞ്ഞത്. മറ്റൊരു കാര്യം കൂടി ഇതുമൂലം അവർക്ക് സാധിച്ചു. മുസ്ലിങ്ങൾ അണിനിരുന്നിരുന്ന ആ സ്ഥലം ബദർ താഴ്വരയുടെ മേലെ ഭാഗത്തായിരുന്നു. അവിടെയാണ് മുസ്ലിങ്ങൾ താവളമടിച്ചത്. ശത്രുക്കൾ താഴ്ഭാഗത്തും. മഴ ലഭിച്ചതിനാൽ കുഴികൾ കുത്തി വെള്ളം ശേഖരിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു. മുസ്ലിങ്ങൾ താവളമടിച്ചിരുന്നത് ഒരു മണൽ പ്രദേശമായിരുന്നതിനാൽ മഴ മൂലം ആ പ്രദേശം ശരിക്കൊന്നുറച്ചും അനായാസം അവർക്ക് പാദമുറപ്പിച്ച് നടന്നു നീങ്ങാനും കഴിഞ്ഞു. എന്നാൽ ശത്രുക്കൾക്കാവട്ടെ ഈ മഴ ഒരു ശല്യമായി തീരുകയാണ് ഉണ്ടായത്. വാഹനപ്പുറത്ത് പോലും സഞ്ചരിക്കാൻ സാധ്യമാവാത്ത വിധം അവർ താവളമടിച്ച ആ പ്രദേശം ചളിയായി അവർ കഷ്ടപ്പെട്ടു. ബദറിൽ ശത്രുക്കൾ 70 പേർ കൊല്ലപ്പെടുകയും 70 പേരെ തടവുകാരായി പിടിക്കപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങളിലാകട്ടെ 14 പേരാണ് ഷഹീദായത്. ഇതിൽ അബൂജഹൽ കൊലപ്പെടുകയും ചെയ്തു. ബദറിലുണ്ടായിരുന്ന വിജയം ഇസ്ലാമിക മുന്നേറ്റ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവായിരുന്നു. നിലനിൽക്കാനുള്ള അർഹത സത്യത്തിന് തന്നെയാണെന്ന് അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്നും ബദർ തെളിയിച്ചു.
അതിനാൽ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ ഈ പ്രഥമ സംഘട്ടനം ഏറ്റവും സുപ്രധാനമായ യുദ്ധമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ബദർ യുദ്ധം നടന്ന ദിവസത്തെ ഹിജ്റ 2-ാം വർഷം അഥവാ റമളാൻ 17 യൗമുൽ ഫുർഖാൻ എന്നാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ഈ വിജയത്തിൻ്റെ അലയൊലികൾ അറബ് നാടുകളിൽ എന്ന പോലെ കടൽ കടന്ന് വിദൂര ദേശങ്ങളിൽ പോലും എത്തി. മുസ്ലിങ്ങളുടെ വിശ്വാസദാഢ്യതയും ജീവത്യാഗ സന്നദ്ധയും ശത്രുക്കളിൽ ഭീതിയും അമ്പരപ്പും ഉളവാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്. വആഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.